നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദനി പ്രതിയായ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ 4 മാസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് സുപ്രീം കോടതി. കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു ഈ കേസിൽ അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണം എന്നുള്ളത്. ഇതിൽ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് ഈ വിധി ഇപ്പോൾ ഈ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ താജുദ്ദീന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഹർജിയിൽ? പ്രജിൻ, ഈ ബംഗളൂരു സ്ഫോടന കേസിലെ 28ാം പ്രതിയാണ് ഈ താജുദ്ദീൻ. ഈ കേസിൽ 16 വർഷമായി താൻ വിചാരണ പൂർത്തിയാകാതെ ജയിലിൽ കഴിയുകയാണെന്ന് കാട്ടിയാണ് താജുദ്ദീൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നായിരുന്നു താജുദ്ദീന്റെ ആവശ്യം. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കർണാടക ഈ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയത്. വിചാരണ അവസാന ഘട്ടത്തിലാണെന്ന് നേരത്തെ തന്നെ ഈ കേസിന്റെ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കർണാടക സർക്കാർ തന്നെ അറിയിച്ചതാണ്. എങ്കിൽ 4 മാസം കൊണ്ട് തന്നെ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി അന്തിമ വിധി പ്രഖ്യാപിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2008 ബംഗളൂരു സ്ഫോടന കേസ് ഉണ്ടായി. ഇതിൽ അബ്ദുൽ നാസർ മദനി അടക്കം പ്രതിയായ കേസ്. അബ്ദുൽ നാസർ മദനി പിന്നീട് 2010 അറസ്റ്റിലാകുന്നതിന് ശേഷം ഇതുവരെ ഈ വിചാരണ പൂർത്തിയാകാതെ തടവിൽ കഴിയുകയാണ് ബംഗളൂരുവിൽ ജയിലിൽ അബ്ദുൽ നാസർ മദനി. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായിരിക്കുന്നത്. 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി ഉത്തരവ് ഇറക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ വൻ സംഘർഷം. 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി. BJP ഓഫീസിനും CRPF വാഹനത്തിനും പ്രക്ഷോഭകർ തീയിട്ടു. സംഘർഷത്തിന് പിന്നാലെ സമര നേതാവ് സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രധാന നഗരമായ ലേയിൽ പ്രക്ഷോഭകർ തെരുവിലിറങ്ങി. പോലീസുമായി ഏറ്റുമുട്ടി. കല്ലേറുണ്ടായി. പ്രക്ഷോഭകർക്കു നേരെ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. CRPFന്റെ വാഹനത്തിനും BJP ഓഫീസിനും പ്രക്ഷോഭകർ തീയിട്ടു. സമാധാനത്തിന്റെ പാതയെക്കുറിച്ചുള്ള തന്റെ സന്ദേശം പരാജയപ്പെട്ടുവെന്ന് सोनम वांगचुक कि हम शांति के ही रास्ते से सरकार को कहें और सरकार भी मैं चाहता हूं कि शांति के संदेश को सुने. जब वो शांति को अनसुनी कर दें, 1 बार अनशन, 2 बार अनशन, 5 बार तक अनशन करे, कोई ले से दिल्ली तक पैदल चले आए शांति से. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി നിരാഹാര സമരം നടന്നു വരികയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലേ അപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. സംഘർഷത്തെ തുടർന്ന് ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 6-ന് ലേ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലെ അംഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി. ഭീകരർക്ക് സഹായം നൽകിയ മുഹമ്മദ് കഠാരിയെയാണ് ജമ്മുകശ്മീർ പോലീസിന്റെ പിടിയിലായത്. അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. അജീഷ്, നേരത്തെ തന്നെ ഈ പേര് ഉയർന്നു കേട്ടതാണ്, ഈ ഭീകരവാദികൾക്ക് വേണ്ടി സഹായം നൽകിയ മുഹമ്മദ് കഠാരി. ഇപ്പോൾ എവിടെ നിന്നാണ് പോലീസിന്റെ പിടിയിലായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ഈ പഹൽഗാം ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ ഭീകരർക്ക് സാങ്കേതിക സഹായം നൽകിയ ആളെയാണ് ഇപ്പോൾ ജമ്മുകശ്മീർ പോലീസ് പിടികൂടിയിട്ടുള്ളത്. മുഹമ്മദ് ഖഡാരിയ എന്നാണ് ഇയാളുടെ പേര്. നേരത്തെ ഈ ജൂലൈയിൽ ഈ ഓപ്പറേഷൻ മഹാദേവൻ എന്ന പേരിൽ ഈ സുരക്ഷാ സേന ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ വധിക്കുന്ന ഓപ്പറേഷനായിരുന്നു. ഇതിൽ 2 ഭീകരരെ അന്ന് വധിച്ചിരുന്നു. ഇവരിൽ നിന്ന് ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ അന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. ഇതിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ നിന്നാണ് ഈ സാങ്കേതിക സഹായം നൽകിയ മുഹമ്മദ് കഠാരിയിലേക്ക് പോലീസ് എത്തിയത്. പിന്നീട് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് സുരക്ഷാ സേന ജമ്മുകശ്മീർ പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആര്യനാട് വയോധികയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി നജീബാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, എപ്പോഴാണ് ഈ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? സെല്ലിൽ തന്നെയാണോ ആത്മഹത്യാശ്രമം ഉണ്ടായത്?
പ്രജിൻ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിതുരയ്ക്കടുത്തുള്ള മലയടി ലക്ഷം വീട് കോളനിയിൽ 69 വയസ്സായ ഒരു വയോധികയെ നജീബ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള പ്രദേശം പറണ്ടോടുകാരനായിട്ടുള്ള യുവാവ് വീട്ടിൽ കയറി പീഡിപ്പിച്ചത്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്ത്രീയുടെ നിലവിളി കേട്ട് നാട്ടുകാരടക്കം ഓടിയെത്തുകയും ഇയാളെ പിടികൂടുകയും തുടർന്ന് ആരനാട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വയോധികയ്ക്ക് സാരമായ പരിക്കുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ്. ഈ ആരനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇയാളെ സെല്ലിൽ അടച്ചിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്, ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ സെല്ലിൽ വെച്ചാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതായത് അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എടുത്തതിനു ശേഷം കഴുത്തിലും ഒപ്പം കാലിലും കെട്ടിയതിനു ശേഷം തറയിലിരുന്നു കൊണ്ട് വലിച്ചു മുറുക്കി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് അപ്പോൾ തന്നെ സെല്ല് തുറന്ന് പോലീസ് അകത്തേക്ക് കയറുകയും ഇടപെടുകയും ചെയ്തു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. തുടർന്ന് വെള്ളമൊക്കെ കൊടുത്തു. ഇയാൾക്ക് ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടില്ല. ഈ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ആശുപത്രി, ആരനാട് ആശുപത്രി. അവിടെ നിന്ന് ഡോക്ടർമാരെ ഒക്കെ തന്നെ എത്തിച്ചൊരു പരിശോധന നടത്തി എന്നുള്ളതാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രജിത്ത്, ശരി. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് NSS. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന തർക്കമാണെന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിമർശിച്ചു. ശബരിമല വിഷയത്തിൽ G. സുകുമാരൻ നായരുടേത് ശരിയായ നിലപാടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചു. NSS നിലപാടിനെ ദേവസ്വം മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തു. NSS നിലപാട് മാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും പ്രതികരണം നടത്തി പ്രകോപിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസിലെ ധാരണ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയാണ് NSS സർക്കാരിനോട് അടുക്കുന്നത്. ശബരിമല വിഷയത്തിലെ പിന്തുണ സർക്കാരിലേക്ക് വ്യാപിപ്പിക്കുന്നുവെന്നാണ് സമുദായ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെന്ന് വ്യക്തമാകുന്നത്. ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാ. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ആ ഒരർത്ഥവും. ആളുകളെ ആർക്ക് വേണേലും കൂട്ടാം. പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. ശബരിമല വിഷയത്തിൽ NSS സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ച് SNDP യോഗവും രംഗത്ത് വന്നു. എല്ലാ കാര്യത്തിലും NSS സർക്കാരിനെ എതിർത്തിട്ടില്ലെന്നും വിഷയാധിഷ്ഠിത നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങൾ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തുന്നല്ല അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തുടങ്ങിയ NSSുമായുള്ള ബന്ധം ദൃഢമാകുന്നതിൽ CPM സന്തോഷത്തിലാണ്. പിന്തുണ ആഘോഷിച്ച് തിരിച്ചടി ഉണ്ടാക്കേണ്ട കരുതലിലാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. സമദൂര നിലപാട് സ്വീകരിക്കുമ്പോഴും ശരിദൂരം വഴി UDFനോട് നല്ല ആഭിമുഖ്യം പുലർത്തിയുന്ന NSSന്റെ നിലപാട് മാറ്റത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ സമുദായ സംഘടനകളുടെ നിലപാടിനൊപ്പിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാവില്ലെന്നാണ് പുതിയ നേതൃനിരയുടെ അഭിപ്രായം. എങ്കിലും എക്കാലവും മുന്നണിയെ പിന്തുണച്ച NSSനെ പിണക്കാനില്ല എന്നതാണ് പൊതുനിലപാട്. അല്ല, NSS ഒരിക്കലും കോൺഗ്രസിനെതിരായ സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്താൻ ശ്രമിച്ച LDF ഇത്തവണ ഭൂരിപക്ഷ വോട്ടുകളിലാണ് ശ്രദ്ധ വെക്കുന്നത്. ഈ രാഷ്ട്രീയ നീക്കത്തിന് ശക്തി പകരുന്നതാണ് NSSന്റെ പിന്തുണ. 24 തിരുവനന്തപുരം. CPIM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ 2ാം പ്രതിയായ യൂട്യൂബർ KM ഷാജഹാനെ ചോദ്യം ചെയ്ത് പോലീസ്. ആലുവയിലെ സൈബർ സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഭിനന്ദ്, ദീർഘനേരത്തെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഭി. ചോദ്യം ചെയ്യൽ ഇപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് KM ഷാജഹാൻ പുറത്തിറങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആദ്യം തന്നെ പോലീസിന്റെ സംരക്ഷണയിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ജീവൻ പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല. ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ മൊബൈൽ ഫോൺ മാത്രമാണ് പിടിച്ചെടുത്തതിനകത്ത് ഈ
ഈ തരത്തിൽ വീഡിയോ പകർത്തിയതായിട്ടുള്ള ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് ഇപ്പോൾ വീഡിയോ പകർത്തിയ ഒരു മെമ്മറി കാർഡ് കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ KM ഷാജഹാൻ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണമെന്നതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. ഇത് അല്പസമയം മുമ്പാണ് മുനമ്പം ഡിവൈഎസ്പി ഇവിടെ എത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടർന്നത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്ന വിവരം, അന്വേഷണ സംഘം നൽകുന്ന വിവരം. അതിനകത്ത് MLA-മാരുടെ പരാതിയിൽ കൂടി KM ഷാജഹാന്റെ കുരുക്ക് മുറുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് ഒരു വാഹനം കൂടി പിടികൂടി. കുണ്ടന്നൂരിൽ വെച്ച് ലാൻഡ് ക്രൂസർ കാറാണ് പിടിച്ചെടുത്തത്. അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് കസ്റ്റംസ് പിടികൂടിയത്. അതേസമയം ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ സംഭവം കസ്റ്റംസിന് പുറമെ EDയും അന്വേഷിക്കുന്നുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റാഫി, ഓപ്പറേഷൻ നംഖോർ തുടരുകയാണ്. വീണ്ടും ഒരു കാർ കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ED കൂടി ഈ കേസിന്റെ ഭാഗമാകുകയാണല്ലോ. തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റംസ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉച്ചയോടുകൂടി ശേഖരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ ഇന്നലെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നതായുള്ള സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ തീവ്രവാദ ഫണ്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ നംഖോർ ഇന്നും തുടരുകയാണ്. ഇന്നിപ്പോൾ 2 വാഹനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ലാൻഡ് ക്രൂസർ. ശരി റാഫി, ഇപ്പോൾ KM ഷാജഹാൻ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ KM ഷാജഹാനെ പുറത്തേക്ക് ഇറക്കിയത്. ഓട്ടോറിക്ഷയിൽ കയറി പോകാനുള്ള ശ്രമത്തിനിടെ അവിടെ പ്രതിഷേധക്കാർ അത് തടഞ്ഞ് അവിടെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. YS അഭിനന്ദ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ഇപ്പോൾ പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരിൽ നിന്നും ആ ഓട്ടോറിക്ഷ കടത്തിവിടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷ പോകുന്നത് നമുക്ക് കാണാം. പ്രതിഷേധം അവിടെ അല്പസമയം മുൻപാണ് ഉണ്ടായത്. പുറത്തേക്ക് KM ഷാജഹാൻ ഇറങ്ങിയ സമയത്താണ് അവിടെ പ്രതിഷേധം ഉണ്ടായത്. അതിൽ പോലീസ് ഇടപെട്ട് അവിടെ സ്ഥിതി ശാന്തമാക്കുന്നു. പിന്നീട് ഓട്ടോ മുന്നോട്ട് കടന്നു പോകുന്ന നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ സംരക്ഷണം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അത്തരത്തിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അഭി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധക്കാർ അവിടെ KM ഷാജഹാനെതിരെ മുദ്രാവാക്യം വിളികളുമായി ഉണ്ടായിരുന്നു. ഓട്ടോയിൽ കയറുന്ന സമയത്താണ് അവിടെ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സ്ഥിതി? പോലീസ് സംരക്ഷണമുണ്ടോ? പ്രജി, നേരത്തെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KM ഷാജഹാൻ ഒരു കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംരക്ഷണത്തോടുകൂടി തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മുഴുവൻ പോലീസ് ജീപ്പ് അദ്ദേഹം സഞ്ചരിച്ച ഓട്ടോ അനുഗമിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഷേധം ഇപ്പോൾ തുടരാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഈ 6 മണിക്കൂർ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ 4 മണിയോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആലുവ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി എത്തിയത്. അദ്ദേഹത്തിനോട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെളിവുകൾ സഹിതം താൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമുള്ള പ്രതികരണമാണ് ഇപ്പോൾ KM ഷാജഹാൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ ആലുവ സൈബർ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വലിയ മുദ്രാവാക്യങ്ങളൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രജിൻ, അധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ KM ഷാജഹാനെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് വിട്ടത്. ആ സമയത്താണ് അവിടെ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് ആ വാഹനം മുന്നോട്ട് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഇപ്പോൾ KM ഷാജഹാനെ അവിടെ നിന്നും മാറ്റിയത്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം. പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം, സംവരണ പരിധി ഉയർത്തും എന്നിങ്ങനെ 10 വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. വോട്ടുകൊള്ളയുടെ പ്ലൂട്ടോണിയം ബോംബുകൾ പൊട്ടിക്കുമെന്നും കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 20% നിന്ന് 30% ഉയർത്തും. പിന്നോക്ക വിഭാഗത്തിലെ ഭൂരഹിതർക്ക് ഭൂമി നൽകും. സ്വകാര്യ സ്കൂളുകളിൽ നീക്കിവച്ചിരിക്കുന്ന സീറ്റുകളിൽ പകുതി പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്കായി സംവരണം ചെയ്യും. UPA സർക്കാരിന്റെ വിദ്യാഭ്യാസാവകാശ നിയമപ്രകാരമാണിത്. പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമം പാസാക്കും തുടങ്ങി 10 വാഗ്ദാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്ത ബീഹാറിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചത്.
സംവരണ പ്രശ്നങ്ങൾ പരിശോധിക്കുവാൻ പ്രത്യേക കമ്മിറ്റിയും ഉണ്ടാകും. 10 points है EBC Atrocity Prevention Act, EBC रिजर्वेशन लोकल बॉडी में, 5वें नंबर पे डेडिकेटेड कमेटी, जो भी आपके मतलब समस्याएं हैं. വോട്ട് കൊള്ളയിൽ ഒരു മാസത്തിനകം ഒന്നിനു പിറകെ ഒന്നായി കൂടുതൽ ബോംബുകൾ പൊട്ടിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗവും ഇന്ന് പട്നയിൽ ചേർന്നു. ബീഹാർ ജനതയോടുള്ള അഭ്യർത്ഥനയും രാഷ്ട്രീയ വിഷയങ്ങളുമടക്കം 2 പ്രമേയങ്ങൾ യോഗം പാസാക്കി. 24 ഡൽഹി. VPS ലേക്ക് ഷോർ ആശുപത്രി MD SK അബ്ദുള്ളയ്ക്ക് ആരോഗ്യ മേഖലയിലെ മികവിനുള്ള അവാർഡ്. ഈ വർഷത്തെ മണപ്പുറം VPN IB അവാർഡാണ് SK അബ്ദുള്ളയ്ക്ക് ലഭിച്ചത്. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് CMD VP നന്ദകുമാർ, പെഗസിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ അജിത് രവി എന്നിവർ ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. സാമൂഹികാരോഗ്യ രംഗത്തെ സേവനത്തിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം നൽകുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു രൂപപ്പെട്ട വലിയ ഗർത്തം വാഹനങ്ങളെയും ഇലക്ട്രിക് പോസ്റ്റുകളെയും വിഴുങ്ങി. ബാങ്കോക്ക് നഗരത്തിലെ ആശുപത്രി കെട്ടിടത്തിന് തൊട്ടടുത്താണ് ഗർത്തം രൂപപ്പെട്ടത്. വൈദ്യുതി വിതരണം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.